2024 ഒക്ടോബർ 27 ഞായറാഴ്ച മഹാരാഷ്ട്ര കല്യാണി സെന്റ് പത്രോബേ ചർച്ചിൽ നടക്കുന്ന ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരാൻ ഒരു കൂട്ടം അമ്മമാർ അന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഈ സന്ധ്യാസമയത്ത് കല്യാണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന എല്ലാ അമ്മമാരും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പല മേഖലകളിൽ പല വേദികളിൽ തങ്ങൾ മികവുറ്റവരാണ് എന്ന് തെളിയിച്ചിട്ടുള്ളവരാണ്. എന്താ അവരുടെ ഒരു ശബ്ദം? എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഓരോരുത്തരെയായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യമായി മാർഗംകളി സംഘം, മരങ്ങാട്ടുപള്ളി മലയാമ്മയും കൂട്ടുകാരും. അടുത്തത് തിരുവാതിരക്കളി, നടനരീതി തിരുവമ്പാടി ത്രേസ്യാമ്മയും സംഘവും. ഏവർക്കും പ്രിയങ്ക് ഓമനത്തിങ്കൾ ഗ്രൂപ്പ് അമ്മച്ചി വീട്ടിൽ അമ്മയമ്മയും കൂട്ടരും ഒപ്പനയുമായില്ല. ഇനി ഓശാരമമ്മയും പുത്രനും നാടോടി നൃത്തവുമായി രംഗത്ത്. ചൂടുമായി ആലഞ്ചൂരിൽ അണ്ണാമയും ക്ലാസിക്കൽ നൃത്തകലാവല്ലഭ കലാമണ്ഡലം കുഞ്ഞുഞ്ഞമ്മയും ഒരുമിച്ചെത്തുന്നു.
വക്കീലായ ഭർത്താവിനേക്കാൾ സ്റ്റേറ്റസ് എനിക്കാണ് തലക്കണക്കാണ് എന്റെ ന്യായഭൂഷണ ജഡ്ജിയം ഏലപ്പാറയിലേന്യമ്മ. അടുത്തതായി കായിക ലോകം നിരവധി വെങ്കലവും മൺകലവും നേടിയ കായിക പ്രതിഭകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴത്ത് ചെയ്യാൻ തെക്കിനി വീട്ടിൽ തങ്കമ്മ. ചിക്കൻ ചാറിൽ മത്തിക്കറി മിക്സ് ചെയ്ത് കൂടെ അടപ്രഥമൻ ഫിക്സ് ചെയ്ത് മഹാഭക്ഷണവേളയിൽ കോഴിയക്കം സൃഷ്ടിച്ച ഇന്നിന്റെ ഷെഫായി റൂട്ടിൽ തെയ്യാമ. അടുത്തതായി കേരളത്തിൽ ഏത് പ്രോഗ്രാം നടന്നാലും വേഷപ്രശ്നയായി ചെന്ന് എവിടെയും വിസ്മയിച്ചുകൊണ്ട് ഏത് പുണ്യാളച്ചന്റെയും വേഷം കൈകാര്യം ചെയ്യാൻ ഒരുക്കിയ ചിറ്റൂരിലെ ചിന്നമ്മ. ഏത് മരണ വീട്ടിലും സ്മൈൽ പ്ലേസിലൂടെ ചിരിപ്പടക്കുന്ന സ്നാപ്പി മോൾ ഫോട്ടോ സ്പെഷ്യലിസ്റ്റ് കാരക്കമറ്റം കത്രീനാമ്മ. ഇനി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട ജഡ്ജി അവരെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ചെറുതുമായ സിവിലും ക്രിമിനലുമായ എല്ലാവരും നിക്ഷേപിക്കണം. 3 വർഷത്തിന്റെ കൂടെ അവസാനം 3 പ്രാവശ്യത്തിന്റെ തള്ളിക്കളഞ്ഞ പത്രോസ് IPC 320B പ്രകാരം വിശ്വാസവഞ്ചന പരസ്യമായി തള്ളിക്കളയെ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായി 10 വർഷം ജയിലിൽ കിടന്ന് ഓർമ്മകൊണ്ടതിനെ തീരുന്ന പത്രോസിനോട് നിക്ഷേപിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. കാണികളോടാണ് ഈ നിൽക്കുന്ന എല്ലാ അമ്മമാരും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഗാനരൂപത്തിൽ മാത്രമാണ്. ടെമ്പോയും സംഗതിയുമൊന്നും ഇവർക്കൊരു വിഷയമല്ല. നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന ഈ അമ്മമാർക്ക് ആദ്യമേ തന്നെ സ്നേഹവന്ദനം ആശംസിക്കുന്നു. നിങ്ങളുടെ യാത്ര അങ്ങ് കേരളം മുതൽ ഇന്ന് കല്യാണം വരെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ പോകുന്നു? മക്കളെ കുറിച്ച് മരുമക്കളെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? നിങ്ങളുടെ വിശേഷങ്ങൾ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? അവരോട് എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്? നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന യുവതലമുറയോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? നിങ്ങൾക്കിവിടം ഇഷ്ടപ്പെട്ടോ? അമ്മമാർക്കെല്ലാം തിരിച്ചു പോകാനുള്ള സമയമായി. പ്രിയപ്പെട്ട അമ്മമാരെ, ബൈബിൾ എങ്കിലും ഹാപ്പി മോളെ ഒരു ഫോട്ടോ സെഷൻ. ഇന്ന് 2024 ഒക്ടോബർ 27 ഞായറാഴ്ച മഹാരാഷ്ട്ര കല്യാണി സെന്റ് ബത്രോവെ ചർച്ചിൽ നടക്കുന്ന
ജൂബിലി ആഘോഷത്തിൽ പങ്കു